ആദ്യത്തെ ചോദ്യം നോക്കൂ. ആൻസർ ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞു. അപ്പൊ നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോവാം. ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് whoever gets the answer can tell. If not, I will explain. ഒറ്റയാണ് ഓഡ് മെൻ ഔട്ട് എന്നുള്ള ചോദ്യമാണ്. അതില് എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും. റിലേഷൻ ഇല്ലാത്തതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ സി. പക്ഷേ ഈ ഒറ്റനിലൊക്കെ എന്താ വെച്ചാൽ ആൻസർ എക്സ്പ്ലനേഷൻ അവർ തന്നിട്ടുണ്ടാവും നമുക്ക്. സോ അതുകൊണ്ട് ഇവരിവിടെ എടുത്തിരിക്കുന്നത് ഗംഗ നർമ്മദ. ദീസ് ആർ 2 different rivers but 2 different entities. Then Thar and Gobi. ഗോബി പറഞ്ഞ ഏഷ്യയിലുള്ള ഡെസേർട്ട് ആണ്. ഥാർ ഇത് 2 different deserts. Thar and Gobi. കൈ ചെവി 2 different organs. But Everest and Parvatam. Everest is a part of the mountain ആയിട്ടല്ലേ വരിക. അതാണ് അവിടെ ഓഡ്മൻ ആയിട്ട് നിൽക്കുന്നത്. ഇത് സംഭവം ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മളെ നോക്കണം അതെ ഹൗ ദേ ആർ റിലേറ്റഡ്. ഇത് ഓൾമോസ്റ്റ് വെരി നിയർ. ഒരു കൈയും ചെവി എന്ന് പറഞ്ഞ ബാക്കിയുള്ളതെല്ലാം എക്സെപ്റ്റ് നിങ്ങൾ ആ ഹാൻഡ് ആൻഡ് ഈ കൈ ചെവി എന്നുള്ള സി ഓപ്ഷൻ വളരെ നമുക്ക് തെറ്റിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അതിനെ നമുക്ക് ഇതാക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ ബാക്കിയെല്ലാം തന്നെ ഇനേർട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സും ആൻഡ് ദിസ് ക്യാൻ ബി ഹ്യൂമൻ ബീയിങ്ങിന്റെ പാർട്ടാണെന്ന് പറഞ്ഞ് പറയാം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ആൻസറിന്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു റീസൺ ആണ്. എവറസ്റ്റ് പർവ്വതത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ്. നെയിം ആസ് വെൽ ആസ് എ ഗ്രൂപ്പ്. ഇതൊരു കൊടുമുടിയല്ലേ അത്, അതുകൊണ്ടാണ് അത് ആ ആൻസർ എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര എളുപ്പം. ഇത് മാത്രമാണ് കുറച്ച് ഇങ്ങനത്തെ 1-2 എവിടെയെങ്കിലും ഒക്കെ കാണും. നെക്സ്റ്റ് ചോദ്യം നോക്ക്. 31 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസ് റാങ്കിങ് എന്ന് പറയും ഈ പോർഷന്. ഒരാളുടെ പൊസിഷൻ കാണാനായിട്ട് ഒരു ക്ലാസ്സിൽ 31 സ്റ്റുഡൻസ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ മാധവ് ഈസ് 17. എന്നാൽ ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 15 ഇതാണ് 15. ധൈര്യമായിട്ട് പറ. 17 കഴിഞ്ഞാൽ ബാക്കി 31 14 persons behind him. So from down it will be 50. അല്ലെങ്കിൽ 32 കിട്ടാൻ എത്ര വേണം നോക്കിയാൽ മതി. 1 person from back and front will add to 1 extra. അത് കണ്ടിട്ടില്ലേ? ഒരാള് 5ാമത് നിൽക്കുന്ന ആള് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്ന് പോകുമ്പോൾ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ആണ് കിട്ടുക ആക്ച്വലി. അല്ലെങ്കിൽ വെറുതെ ആലോചിച്ചാൽ മതി. 31 സ്റ്റുഡൻസിൽ 17 കഴിഞ്ഞാൽ ബാലൻസ് 14. ഫ്രം there the count will be 50. നെക്സ്റ്റ് നോക്കൂ. ഡിക്ഷണറി ഓർഡറിലുള്ള ഇത് നോക്കാനായിട്ട്. അപ്പൊ അത് നമുക്ക് ആദ്യം വരുന്നതിന് ഫസ്റ്റ് ലെറ്റർ എല്ലാം സെയിമാ. സെക്കൻഡ് ലെറ്റർ വെച്ചിട്ട് ആദ്യത്തേന് രചന. ഫൈൻ. RAN ആദ്യം വരും. പിന്നെ REA, REG, RET. രചന. ഫൈൻ. അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയല്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഫെമിലിയർ ആയിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ പേജ് കിട്ടിയ ശ്രീകൾ അതിനനുസരിച്ച് ഷെയർ ചെയ്ത് പോവും ആൻഡ് വി വിൽ ഡിസ്കസ് ടുഗദർ. ഓക്കെ. ഓപ്ഷൻ സി. സ്റ്റഡിയുടെ ഇതിനെയാണ് പറയണത് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ പഠിക്കണേ? ആന്ത്രോപോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. പെഡോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മണ്ണ്, സോയിലിന് പഠിക്കുന്നതിനാണ് പെഡോളജി. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഫോസിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷനേ നമ്മുടെ ആൻസർ ഉള്ളൂ, സോയിൽ. ബാക്കി ഫോസിലിന് പഠിക്കുന്ന അതിന്റെ ഗ്രൂപ്പിന്റെ പേരെന്താണ് നോക്കി വെക്കുക. ഇൻസെക്ട്സിന്റെ ഏതാണെന്ന് നോക്കി വെക്കുക. ഫിഷസിന്റെ എന്താണെന്ന് നോക്കി വെക്കുക. സോ യു ഗെറ്റ് 3 more ആൻസേഴ്സ് ഫ്രം 1 question. ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ട്, ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് വെക്കുക.
സോ അപ്പൊ നമ്മൾ ആ സോഴ്സ് നമ്മൾ കുറച്ചും കൂടി ഫാമിലിയർ ആവും. ക്ലിയർ ആയോ? പെഡോളജിക്ക് മണ്ണ് മാത്രമേ ആൻസർ ഉള്ളൂ. ഇപ്പൊ ഫോസിൽ, ദ സ്റ്റഡി ഓഫ് ഫോസിൽ ഈസ് നോൺ ആസ് പാലിയോntology എന്നാണ് പറയാ. Paleontology. Yes, paleontology. Of insects, entomology. The study of fish, ichthyology. Ichthyology. അപ്പൊ ഇങ്ങനത്തെ ഒരു കാണുമ്പോ വേണ്ടത് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ആൻസറേ ഉള്ളൂ. ബാക്കി 3 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കുക വെച്ചാൽ നമ്മൾ ആ ഗ്രൂപ്പ് അങ്ങനെ അറിയാതെ നമ്മൾ പഠിച്ചു പോകും. ദാറ്റ് സോഴ്സ് ലേണിംഗ്, ടാർഗറ്റിംഗ് ദ സോഴ്സ് എന്ന് പറയും. അത് കുറച്ചും കൂടെ എളുപ്പമുള്ള കാര്യമാണ്. അടുത്ത് നോക്ക്. ഇത് വെറുതെ ഒരു ക്ലോക്കിന്റെ ഇതേ ഉള്ളൂ. ഓപ്ഷൻ സി. വളരെ ഈസി ആണ്. വെറുതെ ഇങ്ങനെ ഒരു തന്നെ അവിടെ എടുത്തിട്ടുള്ളത്. 12 represents 12, 6, 3, 9. This will be north, south, east. നമ്മുടെ നാവിഗേഷൻ കീഴില്ലേ അതുപോലെയുള്ള ഒരു ചോദ്യം. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നോർത്തിനെ കാണിക്കും. ഇനി അടുത്തത് നോക്കൂ. അടുത്ത ക്വാണ്ടന്റെ ചോദ്യമാണ്. ഒരു ജോലി A 10 ദിവസം കൊണ്ടും B 15 ദിവസം കൊണ്ടും ചെയ്യുകയാണെങ്കിൽ 2 പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. AB by A plus B ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1/10 plus 1/15. നമ്മൾ ഒരാള് 10 ദിവസം കൊണ്ട് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ദിവസം അയാൾ 1/10 പോർഷനാ ചെയ്യുക, B 1/15 പോർഷൻ. അപ്പൊ ചെയ്യണ പോർഷൻ കാണും ആദ്യം 1/10 plus 1/15. then ഇത് ആഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ റിവേഴ്സ് എടുത്താൽ നമ്പർ ഓഫ് ഡേയ്സ് ആയി. സോ ദിസ് വിൽ ബി 15 plus 10/10 into 15. now റിവേഴ്സ് ഇടുമ്പോ 10 into 15/25. ഇതല്ലെങ്കിൽ ഇതിന് വളരെ എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരാം വേറൊരു വഴി. നോക്കട്ടെ, ഇത് സിസ്റ്റമാറ്റിക്കലി പഠിക്കുന്നത്. A 10 ദിവസം എടുക്കുക വെച്ചാൽ A ഒരു ദിവസം 1/10, B ഒരു ദിവസം 1/15. ഒരു ദിവസം 2 പേരും കൂടി ഇത്രയും ജോലി. ഇത് ഫ്രാക്ഷൻ ആഡ് ചെയ്യണത് മാത്രം കാണിച്ചിരിക്കുന്നത്. ഞാൻ അത് ഒന്നും ചെയ്യാതെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഫൈനലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. ഇഫ് A takes X days to finish a job and B takes Y days to finish another same job, together they will finish XY by X plus Y. അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല പഠിക്കണമെങ്കിൽ പഠിച്ചു വെക്കാം. ഓർ 3 പേരൊക്കെ വരുമ്പോൾ നമുക്ക് ഫോർമുല പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് വെറുതെ ഫ്രാക്ഷൻ ആഡ് ചെയ്തേക്കുന്നതാ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? A 10 days, B 15 days. 10ഉം 15ഉം പോണ ഒരു കോമൺ നമ്പർ എടുക്കും. LCM എഫിഷ്യന്റ് മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോണത്. 10ഉം 5ഉം പോകുന്ന LCM, നോട്ട് ഫാക്ടർ. നമ്മൾ 1/10ഉം 1/15 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം? 30, 3 plus 2, 5/30, 1/6. റിവേഴ്സ് ഇടുമ്പോ 6 days. 30 ഇട്ടു. അപ്പൊ എക്ക് 30 ദിവസം കൊടുത്താൽ A ഇങ്ങനത്തെ 3 ജോലി ചെയ്യും. 3 എഫിഷ്യൻസി. ഇവിടെ 30/15. ഇനി A plus B ആണെങ്കിൽ അവരുടെ ടുഗദർ എഫിഷ്യൻസി വിൽ ബി 5. A കാണാൻ റിവേഴ്സ് ചെയ്താൽ മതി. നമ്മുടെ എങ്ങനെ ചെയ്യുന്നത്? 30/10 3, 30/15 2, together it is 5. So 30/5, this will be 30/5 6. ആളുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇപ്പൊ A plus B തന്നിട്ട് A കാണിക്ക് വെറുതെ ഇവിടെ മൈനസ് ചെയ്ത് കളയാം. ഇതിന് എഫിഷ്യൻസി മെത്തേഡ് എന്ന് പറയും. ഇപ്പൊ റെമ്യൂണറേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ റേഷ്യോയിൽ കൊടുത്താൽ മതി. 3:2 റേഷ്യോയില്. ദിവസം കുറവ് എടുക്കുന്ന ആളാണ് മോർ എഫിഷ്യന്റ്. വർക്ക് ടൈമിന്റെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഓക്കെ ആണോ എന്ന് നോക്കൂ. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് വരും. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ക്ലിയർ ഇറ്റ്. നമ്മൾ ഇവിടെ ചെയ്ത് തന്നെ കുറച്ചും കൂടെ എളുപ്പമാക്കിന്നുള്ളൂ. പറഞ്ഞോ മോളെ. ഈ മെത്തേഡ് ഒന്നുകൂടി പറയോ? ഓ യെസ് യെസ്. ഈ മെത്തേഡ് ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഈ മെത്തേഡിന് എഫിഷ്യൻസി മെത്തേഡ് എന്നാണ് പറയുക ആക്ച്വലി.
നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ ഒന്നും കൂടി കോമ്പാക്ട് ആയിട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഒരു ദിവസം 10 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാച്ചാ ഒരു ദിവസം 1/10 എടുക്കാം. നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഇപ്പൊ ഒരാള് 5 ദിവസം കൊണ്ട് ഒരു പണി ചെയ്തു എന്ന് വിചാരിച്ചാൽ നമ്മളത് ഒരുപോലെയാണ് എടുക്കുക. അയാള് ആദ്യത്തെ ദിവസം 1/5 തീർക്കും, പിന്നത്തെ ദിവസം 1/5 യൂണിഫോംലി ഹി ഫിനിഷസ് എന്നാണ് എടുക്കണേ. അപ്പൊ ഒരു ദിവസം കൂടുതൽ ചെയ്തിട്ടുണ്ടാവും. ബട്ട് വെൻ യു ഡു ദ ക്വസ്റ്റ്യൻസ് വി ആർ ലീസ്റ്റ് ബോതേർഡ് ഹൗ ദേ ഡു ഇറ്റ്. അപ്പൊ ഈ ആഡ് ചെയ്യണുണ്ട്. ഒരു ദിവസം ചെയ്യണ പോർഷൻ കണ്ടു 1/10 പ്ലസ് 1/15 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 10ന്റെയും 15ന്റെ LCM വേണം 30. 30/10 3, 30/15 2, 3 + 2 5/30. അപ്പൊ ഒരു ദിവസം ഇവര് രണ്ടുപേരും കൂടി 1/6 പോർഷൻ തീർക്കും. അപ്പൊ അവർക്കത് ഫുൾ തീർക്കാൻ 6 days വേണം. ഇതാണ് സിസ്റ്റമാറ്റിക്കലി ചെയ്യാം. ഓർ ചില സ്ഥലത്ത് കുട്ടികൾ ഈ ഇങ്ങനത്തെ രണ്ടുപേരുടെ കാര്യം വരുമ്പോൾ വെറുതെ ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇഫ് A take X days and B take Y days, together they will finish the work in XY by X plus Y. എയും ബിയും കൂടി X ഡേയ്സും ബി എ ഇതാണെങ്കിൽ അവര് താഴത്ത് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ചെയ്യുന്നത് 10ന്റെയും 15ന്റെ LCM ഇപ്പത്തെ എഴുതി കൊടുത്തു. ഇവിടെ 60 എഴുതിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതിനനുസരിച്ച് ഇപ്പുറത്ത് വലുതാവുന്ന മാത്രമേ ഉള്ളൂ. 30ൽ പോകുമ്പോ 30 days കൊടുക്കുക വെച്ചാൽ ഈ എക്ക് ഇതുപോലത്തെ 3 ജോലി ചെയ്യാം. 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. 30 ദിവസം കിട്ടിയ 3 times ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഫിഷ്യൻസി എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ഈ കോമൺ കിട്ടിയതിന് ഇവിടെ ചെയ്ത പോലെ തന്നെ 30/10 3, 30/15 2. ഇവിടെ വന്നിട്ടില്ലേ അത്? ഇനി എയും ബിയും കൂടി ഒരുമിച്ചായതുകൊണ്ട് രണ്ടുപേരുടെ എഫിഷ്യൻസി 5 ആയി. 30 ഡേയ്സിന്റെ 5 ആണെങ്കിൽ they need 6. ഒരു കോമൺ പാർട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറയും. ഇതിന് എഫിഷ്യൻസി മെത്തേഡ് എന്നാണ് പറയുക. ഓക്കെയാ? ഹലോ, നമുക്ക് ചെയ്യാം. ഇനി വരും ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യങ്ങൾ ഇനി വരും. ഇന്ന് ഇത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്യാൻ കിട്ടുമോ നോക്കാം നമുക്ക്. Still, if you don't understand, we will come across time and work questions. We can explain again. 7th question ഒന്ന് നോക്കൂ. 7th one. അത് ഭയങ്കര ഈസിയാണ്. മനു അല്ലേ? യെസ്, മനുവാണ്. വെറുതെ എഴുതി കൊടുത്താൽ മതി അല്ലെ. രാമു രാജുവിനേക്കാൾ വലുതും ബാബുവിനേക്കാൾ ചെറുതുമാണ്. സോ ബാബു ഇങ്ങനെ എഴുതി വരുമ്പോ ബാബു രാമു രാജു വരും. പക്ഷെ രാജുവിനേലും തൽക്കാലം ഇപ്പൊ നമുക്ക് ബാബുവാണ് വലുത്. ബാബു മനുവിനേലും ചെറുതാണെങ്കിൽ മനു വിൽ ബി കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്കും സമയവും കൂടി കിട്ടാൻ വേണ്ടി തരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. They do a very fair deal. There will be questions which will be very easy. You will get mark as well as time. അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഒരു മിക്സ്ഡ് ആയിരിക്കും നമുക്ക് വരിക. അപ്പൊ ക്വസ്റ്റ്യൻ വേഗം വേഗം വായിക്കാനും അവിടെ ഡിസൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഇഫ് സം ക്വസ്റ്റ്യൻ ഈസ് ഈറ്റിംഗ് അപ്പ് യുവർ ടൈം, ലീവ് ഇറ്റ്. എല്ലാം ലീവ് ചെയ്യാനല്ല ഞാൻ പറയണേ. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന് അറിയണം. ഒരു റീസണബിൾ ടൈമേ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ലേറ്റ് അതിന്റെ പിറകിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇടയിൽ ഭയങ്കര എളുപ്പമുള്ളത് കിടക്കുന്നുണ്ടാവും. അടുത്ത ചോദ്യം പറയൂ. 8ാമത്തെ ML ആണോ? ML ആണ്. അതെന്താ വെച്ചിരിക്കണേ? ജിയുടെ +1 -1 എഴുതിക്കുക. വി ഹാവ് ടു ഗ്രൂപ്പ് ഇറ്റ് ആസ് 3. H G F then K J I. ഇങ്ങോട്ട് വായിക്കാൻ പറ്റുന്നത് N F G H. റിവേഴ്സ് ഓർഡറിൽ വായിക്കാൻ പറ്റില്ലേ നമുക്ക്? I G H. ഇത് L M N. ഇത് ഒരു പ്യുവർ ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻ ആണ്. Now next one, ML. 9th one. കൃഷ്ണമേനോനാണോ? അല്ല മോളെ, കൃഷ്ണമേനോനല്ല. കൃഷ്ണമേനോൻ, വല്ലഭായ് പട്ടേൽ, നെഹ്റു, they were all politicians. അരബിന്ദോ. A poet, a philosopher. Based on your general awareness, GK.
GK ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇതൊക്കെ വരും. ഓപ്ഷൻ അരബിന്ദോ. Aurobindo is a poet or a philosopher. You can call him a philosopher as well, a poet. ബാക്കി എല്ലാവരും കൃഷ്ണമേനോനൊക്കെ നോക്കി നോക്കൂ. കൃഷ്ണമേനോൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. നെഹ്റു വല്ലഭായ് പട്ടേൽ നമുക്ക് സംശയമില്ല. കൃഷ്ണമേനോൻ നമുക്ക് അറിയണം. He was a Keralite. He was a politician. No? Aurobindo will be the odd man over there. അടുത്തത് നോക്കൂ. എയുടെ പ്രായം ബിയുടെ ഇരട്ടിയാണ്. 8 കൊല്ലം മുമ്പ് എയുടെ പ്രായം ബിയുടെ 3 മടങ്ങായിരുന്നുവെങ്കിൽ എയുടെ പ്രായം എന്ത്? കിട്ടാത്ത ആർക്കെല്ലുണ്ടോ? 32 കിട്ടാത്ത 2 രീതിയിൽ ചെയ്യാം അതിനെ. ഒന്നുകിൽ എയുടെ പ്രായം ബിയുടെ പ്രായത്തിന്റെ ഇരട്ടിയാണ്. A is to B എടുക്കാൻ 2:1 എടുക്കാം. പിന്നെ 2x x എടുക്കാം. 8 വർഷം മുമ്പ് 2x minus x by x minus 8 will be ഇക്വേഷൻ തന്നിട്ട് 3/1. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2x minus 8 is equal to 3 into x minus 8 or 3x minus 24. 24 ഇപ്പുറത്ത് വരും. 24 minus 8. 3x minus 24 minus 8 is 3x minus 2x or x. That is 16 is x. പേയുടെ പ്രായം ഇപ്പത്തെ x 16 ആണ്. 2x will be 30. ഇത് ഒരു വേ. ഇതല്ലാത്തൊരു വേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇത് ക്ലിയർ ആയോ? ഇതിന്റെ വർക്കൗട്ട് പേപ്പറും നിങ്ങൾക്ക് ഇടും കേട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്തോളൂ ഇതിന്റെ കൂടെ. ഇത് ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആയി മാം. ഇതിനെ തന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാം. ലൈക്ക് A and B. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കാരണം വെച്ചാൽ റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടണം. A is to B. At presently ഇവരുടെ റേഷ്യോ 2:1. 8 years ago it was 3:1. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഈ 2:1 3:1 രണ്ടുപേർക്കും ഒരേ സമയത്ത് വയസ്സ് 8 വർഷം മുമ്പ് എക്കും കുറയും ബിക്കും കുറയും. സോ ഒരേപോലെ ആയിരിക്കണം ഇത് ഡിമിനിഷ് ചെയ്യണേ. പക്ഷെ ഇത് എന്ത് ചെയ്തേക്കണേ? 2:1 ഉള്ളത് 8 വർഷം മുമ്പ് 3:1 ആണ്. അപ്പൊ ആ റേഷ്യോയുടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരെണ്ണം ഇൻക്രീസ് ചെയ്തിട്ടും ഒരു പാട്ട് അതുപോലെയും തന്നെ നിൽക്കണുണ്ട്. അതിലത്തെ കോൺസ്റ്റന്റ് വ്യത്യാസം ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇക്വലന്റ് റേഷ്യോ ആൻഡ് മേക്ക് ദ ഡിഫറൻസ് സെയിം. 2 3 ഉള്ളത് 1 ആണെങ്കിൽ ഇതിൽ 0 ആയിട്ടാണ് നിൽക്കുന്നത്. സോ കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യണേല് റേഷ്യോന്റെ ഇക്വലന്റ് എഴുതണമെങ്കിൽ നമുക്കറിയാം 2 - 1 1 ഉം 3 - 1 2 കിട്ടിക്കഴിഞ്ഞാൽ ഈ റേഷ്യോനെ 2 കൊണ്ടും ഈ റേഷ്യോനെ 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഹൊറിസോണ്ടൽ ഡിഫറൻസ് എടുക്കും. സോ നോക്കിക്കൊടുപ്പോ 4:2 3:1. പ്രസന്റില് 4:2 റേഷ്യോ ഉണ്ടായിരുന്നത് ഇപ്പൊ 8 വർഷം മുമ്പ് 3:1 ആയി. സോ ദിസ് മേക്സ് സം സെൻസ്. For both of them, it has decreased by 1 part. 8 വർഷം മുമ്പ് 4 - 3 ഒരു പാർട്ട്, 2 - 1 ഒരു പാർട്ട്. So that constant is, ഇവിടെ രണ്ടിന്റെയും കോൺസ്റ്റന്റ് സെയിം ആണ്. കോൺസ്റ്റന്റ് സെയിം ആണെങ്കിൽ 1 part difference has caused by 8 years. അപ്പൊ 4 part ആണ് എയുടെ ഇപ്പുറത്തെ 4. So this 4 will be 32. This will be 16 present രണ്ടുപേർക്ക്. ഇവിടെ നോക്കൂ, ഇതിൽ എത്ര വരിക? 3x എന്ന് പറഞ്ഞ 8 വർഷം മുമ്പ് 24, ഇത് 8. ഇവിടെ 8 ആണ് കട്ടായി പോയിരിക്കുന്നത്. ഇവിടെ 16 കട്ടായി പോയതുകൊണ്ടാണ് അത് 2:1 ഇത് 3:1 ആയിട്ട് നിൽക്കാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയുമെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ എഴുതേ, ലീനിയർ ഇക്വേഷൻ ഉണ്ടാക്കിയോ ഒന്നും വേണ്ട. A is to B 2:1. 8 years ago 3:1. 2 - 3 ഡിഫറൻസ് ഇവിടെ 1 കൂടി, ഇവിടെ അതുപോലെ നിന്നു. ദാറ്റ് മീൻസ്
ഇപ്പോഴത്തെ കോൺസ്റ്റന്റ് വ്യത്യാസം കണ്ടു നമ്മൾ. ഇവിടെ കോൺസ്റ്റന്റ് 16ഉം ഇപ്പുറത്തെ കോൺസ്റ്റന്റ് 8ഉം ആണ് കട്ടായി പോയിക്കണേ. അതിനെയാണ് നമ്മൾ ശരിയാക്കുന്നത് ഇവിടെ. സോ ഹൊറിസോണ്ടൽ ഡിഫറൻസ് എടുത്തു, then ക്രിസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 4:2 ആക്കി. ദിസ് ഇസ് 3:1. പ്രസന്റിന് 8 years agoയിലേക്കുള്ള ഡിഫറൻസ് 1. ഡിഫറൻസ് ഹസ് കം. റേഷ്യോനെ ഇക്വേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയും ഈ മെത്തേഡിന്. 1 part difference has caused by 8 years. So 4 part will be present. A value 4 part ആണ്. 8 വർഷം മുമ്പ് A വാല്യൂ 3 ആണ്, ബിക്ക് 2:1. So 4 part will be 32, 2 part will be 60. ഇതിന്റെ ഈക്വലന്റ് റേഷ്യോയ്ക്ക് കോൺസ്റ്റന്റ് സെയിം ആക്കി. ഇതൊക്കെ ഇത് ഞാൻ റേഷ്യോ എടുത്തപ്പോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ. ഓക്കെ മാം. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റേഷ്യോ ഒക്കെ ആയിട്ട് ഇത് ചെയ്യാച്ചാലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. ഈ 2:1 3:2 കണ്ട പോലെ നമ്മൾ 4:2 ആക്കും. 4-ന്ന് 3, 2:1, 2-ന്ന് 1 ആയി. ഇങ്ങോട്ട് താഴത്തെ വെർട്ടിക്കൽ ഡിഫറൻസ് ആണ് ഞാൻ എടുക്കുന്നത്. രണ്ടും ഒരുപോലെ നിന്നാൽ അതിലെ രണ്ടിലെയും കോൺസ്റ്റന്റ് ഈക്വൽ ആണെന്ന് അർത്ഥം. ഇവിടെ ഒരു 8 വർഷത്തിന്റെയാണ് പറഞ്ഞിരിക്കുന്നത്. 8 വർഷം കൊണ്ടാണ് ഒരു പാർട്ട്, 8 വർഷം മുമ്പാണ് ഒരു പാർട്ട് ഡിഫറൻസ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് 8 years ആണ് ഇതില് ഒരു പാർട്ട് ഡിഫറൻസ് ഉണ്ടാക്കിക്കണ്. 4 പാർട്ട് 32. അടുത്ത ചോദ്യത്തിൽ പോവാം. കോഡ് ഉപയോഗിച്ച് കുവൈറ്റിനെ നോക്കൂ. അത് റീസണിങ്ങിന്റെ കോഡിംഗ് ഡീകോഡിങ്ങിന്റെ ഒരു ചോദ്യം. I have some more babies in the class. Kuwait is written as ISUYGR. Now we have to write, how we will write Madras in that. Coding, either it will be a forward coding or backward or both together. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? Kuwait, KUWAIT has been written as ISUYGR. എനിക്കറിയില്ല നിങ്ങൾ കോഡിങ്ങില് പൊസിഷൻ A to Z എഴുതി വെച്ചിട്ട് ഓരോന്നും തന്നെ പറയാറുണ്ട് നിങ്ങളോട്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇതിന്റെ പൊസിഷൻ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ബി അല്ലേ? ബി ആണ്. It is 2 backwards ചെയ്തിരിക്കുക അല്ലെ? K is in the 11th place, I9, U21, S19, W23, U21, A1. Backwards will be Y. I9, G7, T20, R18. So 2 place value അറിയെങ്കിൽ it is very easy. എത്ര പേർക്ക് അറിയാം place value? ഈ 26 അക്ഷരമേ ഉള്ളൂ, അതിന്റെ അറിഞ്ഞാൽ മതി. ലെഫ്റ്റിന്ന് അറിഞ്ഞാൽ റൈറ്റിന്ന് നമുക്ക് ചെയ്യാം. ആർക്കൊക്കെ അറിയാം? അത് ക്വസ്റ്റ്യൻ പേപ്പർ ചിലർ പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ വഴി മാം ഞങ്ങൾ A തൊട്ട് Z വരെ എഴുതി, 1 തൊട്ട് അങ്ങോട്ട് എഴുതിയേക്കും, തിരിച്ചിങ്ങോട്ട് എഴുതിയേക്കും. സോ വിൽ കോപ്പി ദാറ്റ്. അങ്ങനെ മതിച്ചു. ഓക്കെ, അതർവൈസ് ഐ തിങ്ക് വി ക്യാൻ ലേൺ. കുറച്ച് പ്ലേസുകൾ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോ 5, 10, 50 എന്നുള്ളത് EJOTY എന്ന് പറഞ്ഞു ഒന്നുണ്ട്. E is at the 5th place, J 10th, O 15th, T20, Y25. അപ്പൊ 5th പൊസിഷൻ ലെഫ്റ്റ് എന്നുള്ളത് 22ാമത്തെ പൊസിഷനിലായിരിക്കും റൈറ്റ് നിന്ന്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 27 വരും. 27ന്ന് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് അറിയോ നിങ്ങൾക്ക് ചെയ്യാൻ? ഇങ്ങനെ ഹലോ കേൾക്കുന്നുണ്ട്. പക്ഷെ ആർ യു ഇൻട്രസ്റ്റഡ് ടു ഹിയർ ദാറ്റ്? അങ്ങനെയാണെങ്കിൽ കുറച്ച് റെഫറൻസിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പ. EJOTY ആണ് പൊതുവെ പറയാറ്. 5ന്റെ മൾട്ടിപ്പിള്, അതുപോലെ തന്നെ 3യുടെ മൾട്ടിപ്പിൾ ഇല്ല. CFILORUX, CFILORUX 3, C3, 6F, I9, L12, O15, R18,
U21 and X24. Ma'am, പറഞ്ഞോ. T20 match. T20 നമുക്കിവിടെ സിഫിലോറക്സിൽ ടി ഇല്ലല്ലോ, യു അല്ലേ? ഇല്ല മാം, ഫസ്റ്റ് ക്ലാസ് എന്റെ ഫസ്റ്റ് ക്ലാസ് ഇതിനെ കുറിച്ചായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. യുവർ ഫസ്റ്റ് ക്ലാസ്. ഇല്ല മാം, പറഞ്ഞോളൂ. അല്ല ഞാൻ പറഞ്ഞെടുത്തത് T20 മാച്ച്. T20 T20 മാച്ച് പറഞ്ഞ പിന്നെ J10 റൈറ്റ്. അങ്ങനെ EJOTY ലെഫ്റ്റ് നിന്ന് ഈ അഞ്ചാമത്തെ അല്ലേ? ഇത് 10, ഇത് 15, 20, 25. ലെഫ്റ്റിന്ന് ABCDE എന്ന് കഴിഞ്ഞാൽ ഈ അഞ്ചാമത്തെയാണ്. ഇപ്പൊ ശരിയായോ മോളെ? ഹലോ മാം ശരിയാണ് മാം, ഞാൻ എന്റെ ക്ലൂ പറഞ്ഞതാ. ദാറ്റ് ഇസ് ഓക്കെ. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുക. ഇതിന്റെ റൈറ്റ് പഠിക്കണമെങ്കിൽ ഉണ്ടല്ലോ 27 കിട്ടാൻ മാതിരി എഴുതി കൊടുത്താൽ മതി. 17, 12, 7, 2 റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ വെച്ചാൽ രണ്ടും കൂടി 27 ആക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലേസ് അറിഞ്ഞാൽ മതി. ലെഫ്റ്റ് അറിഞ്ഞാൽ we can say what is its position from right. A is first from right, left and 26 from right. B is 2 from left and 25 from right. അപ്പൊ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ that adds up to 27. ക്ലിയർ ആയോ? നീ അതുപോലെ തന്നെ ഉള്ളതാണ് CFI LORUX 6, 3, 6, 9, 12, 15, 18, 21, 24. ലെഫ്റ്റ് നിന്ന് അതിന്റെ റൈറ്റ് പൊസിഷൻ ചോദിച്ചാൽ 24, 21 വെറുതെ ഇതാക്കാൻ വേണ്ടി എഴുതി കൊടുക്കുക. 18, 15, 12, 9, 6 and 3. റോസതി പോലെ ഇരിക്കത് ബോർഡ് കാണില്ല. Right now I can't do anything. Please. എന്താ വെച്ചാൽ ഇതിനെ മാക്സിമം എനിക്ക് ഇത്രേ ആക്കാൻ കിട്ടുള്ളൂ. ഇതിവിടെ വരെ കണ്ട 6 വരെ അപ്പൊ ഇതുപോലെ നമുക്ക് എങ്ങനെയാ ഇപ്പൊ ഈയുടെ പൊസിഷൻ ലെഫ്റ്റിന് ഏതാണെന്ന് ചോദിക്കുകയാണ് നിങ്ങളോട്. ഈ ലെഫ്റ്റ് റൈറ്റ് പെയർ എഴുതാണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുവര് AZ. അതന്നെ A ഫസ്റ്റ് പ്ലേസിലല്ലേ. അപ്പൊ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ 26ാമത്തെ 27 മൈനസ് ചെയ്ത് 26ാമത്തെ നമ്പർ എഴുതി കൊടുത്താൽ മതി. B സെക്കൻഡ് പ്ലേസ്, അവിടുന്ന് 25ാമത്തെ എഴുതിയ P എഴുതിയാലോ. റൈറ്റ് ലെഫ്റ്റ് ചെയ്യുന്ന P16, 27ാമുള്ള അടുത്തത് 27 മൈനസ് ചെയ്ത് എഴുതി കൊടുക്കുക. P കഴിഞ്ഞാൽ രണ്ടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടണം. J 10ാമത്തെയാണ്. 27 11 വേണ്ടത് അല്ലേ? 16 കഴിഞ്ഞിട്ട് 11 അല്ലേ വേണ്ടത്? അപ്പൊ 11 വേണമെങ്കിൽ എന്തായിരിക്കും? J 10 എനിക്ക് എല്ലാം അറിയണമെന്നില്ല. I know J is 10. ലെഫ്റ്റ് തന്നെ അറിഞ്ഞാൽ മതി. പറമോളെ ആണ് K. അപ്പൊ എനിക്ക് അറിയണമെങ്കിൽ 11th പ്ലേസ് ഞാൻ രണ്ടും ലെഫ്റ്റ് പ്ലേസ് തന്നെ എഴുതി കൊടുക്കണത്. പക്ഷെ 16 from left will be 16 from right. K will be 16 from right and P will be 16 from left. അങ്ങനെ പെയർ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഈ കോഡിങ്ങില് അതുപോലെയൊക്കെ വരും. നമുക്ക് എഴുതാനായിട്ട് കോഡിങ് ഫ്രം ലെഫ്റ്റ് റൈറ്റ് പൊസിഷനെ ഒരുപോലെയൊക്കെ ആക്കിയിട്ട് കാണാറുണ്ട്. അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് പൊസിഷൻ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാം. ചെയ്തു നോക്കൂ കുറച്ച്. ഇഫ് ഇറ്റ് ഇസ് ഓക്കെ ഓർ ഇഫ് യു ഹാവ് ഡൗട്ട് യു കൻ ആസ്ക് മീ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത 12th ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. 12th ക്വസ്റ്റ്യൻ 91. റൈറ്റ് 91, 91. ഇനി അടുത്തത് 13th one. ഓപ്ഷൻ C. റൈറ്റ് മാസം. അതിൽ വേറെ ഒന്നും ഇല്ല ആലോചിക്കാനായിട്ട്. സി മാസങ്ങളാണ്. മറ്റത് 12th ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വെറുതെ ആഡ് ചെയ്ത് 1 എഴുതി കൊടുക്കുക. ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക, 1 പുറത്ത് എഴുതുക. ഇനി നെക്സ്റ്റ് 14th one. ഓപ്ഷൻ C. അത്ര തന്നെ ഉള്ളു. നെക്സ്റ്റ് പേജ് പ്ലീസ്.
അടുത്ത പേജ് കിട്ടിയ റെഗുലേഷൻ എന്ന വാക്ക് 1 2 3 4 5 6 7 8 9 10 എന്ന കോഡ് ഉപയോഗിച്ച് എഴുതാമെങ്കിൽ റൂൾ എന്ന വാക്ക് എങ്ങനെ എഴുതാം? റെഗുലേഷൻ ഇങ്ങനെ എഴുതി 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ മാം? ആണ്. അതിനൊന്നും ഒരു ഇതുമില്ല. They have not put any logic. They have just numbered the letters. But rule എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ എടുത്ത് എഴുതിക്കണ ഒരു വേർഡ് ആണ്. വാട്ട് എവർ ലെറ്റേഴ്സ് ഓവർ ദർ ജസ്റ്റ് കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള നമ്പർ പിക്ക് ചെയ്യുക, ആൻസർ എഴുതുക. ഓക്കെ.